ഞങ്ങൾ ഷിംല എത്തി. ഷിംല എത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിംല എത്താറായപ്പോൾ മുതൽ ചെറുതായിട്ട് മഴ പെയ്യുന്ന പോലെ തോന്നി. ഞാനിങ്ങനെ നോക്കിയപ്പോൾ അത് മഴയല്ല, മഞ്ഞാണ്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്നറിയത്തില്ല, ഫുള്ള് ചുറ്റും മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ പെയ്യുന്നതെല്ലാം മഞ്ഞാണ്, മഴയല്ല. ഭയങ്കര രസമാണ്. തണുപ്പ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഞാൻ ജസ്റ്റ് ഒരു നോർമൽ ജാക്കറ്റ്, നമ്മൾ ഈ ഭയങ്കര തിക്ക് ജാക്കറ്റ് ഒരു 5 ലെയറൊന്നും ഇട്ടിട്ടില്ല, 2 ലെയറും ഇട്ടിട്ടില്ല. ആക്ച്വലി നോർമൽ ഡ്രസ്സ്, അതിൻ്റെ പുറത്തൊരു ജസ്റ്റ് പഫ്ഡ് ജാക്കറ്റ്, അത്ര മാത്രമേ ഉള്ളൂ. തണുത്ത് വറച്ച് ഒരു പരിവായി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സൂപ്പർ. കാരണം എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ സ്നോ എക്സ്പീരിയൻസ് ചെയ്യണത്. ഇപ്പം ഹസ്ബൻഡൊക്കെ ആണെങ്കിൽ നേരത്തെ സ്വീഡനൊക്കെ പോയിട്ടുണ്ട്. അവരൊക്കെ റിയൽ സ്നോ, റിയൽ ക്രിസ്മസ് ടൈമിലൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത്. എനിക്ക് ഈ മഞ്ഞ് കാണണം എന്നുള്ള തീവ്രമായ ആഗ്രഹത്തിൻ്റെ പുറത്ത് ഇറങ്ങി തിരിച്ചതാണേ. എനിക്ക് മഞ്ഞ് കാണണം എന്നുള്ളതായിരുന്നു ഭയങ്കര വലിയ ആഗ്രഹം. അപ്പം ഒന്ന് ഈ ചേച്ചിയുടെ അടുത്ത് ഈ ക്രിസ്മസ് ടൈമിന്, അത് പക്ഷേ വിസ എല്ലാം സെറ്റ് ആവുകയാണെങ്കിൽ, അല്ല എന്നുണ്ടെങ്കിൽ ഇപ്രാവശ്യം മഞ്ഞ് കാണിക്കാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നെ മഞ്ഞ് കാണിച്ച് തരും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയെന്ന്. പക്ഷേ കുഞ്ഞുങ്ങളൊന്നും കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. ഞങ്ങൾ മാത്രമേ ഉള്ളൂ. കാരണം വേറൊന്നുമല്ല, കുഞ്ഞുങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇത് ഹൈ ഓൾട്ടിറ്റ്യൂഡ് ആയതുകൊണ്ട് തന്നെ എയർ തിന്നിങ് ഉണ്ടാവും. അപ്പം മോൾക്കാണെങ്കിൽ വീസിങ് ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും എങ്ങനെയാണ് അതിനോട് റെസ്പോണ്ട് ചെയ്യുക എന്ന് പറയാൻ പറ്റത്തില്ല. പെട്ടെന്ന് കുഞ്ഞിനെങ്ങാനും ഒന്ന് സിവിയർ ഒരു വീസിങ് വന്നാൽ തന്നെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ വന്നാലോ, ഇവിടുത്തെ നമുക്കറിയത്തില്ലല്ലോ നമ്മുടെ എത്രത്തോളം നമ്മുടെ നാട്ടിൽ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും മെഡിക്കൽ സംവിധാനങ്ങൾ ഭയങ്കര ആക്സസിബിളും എല്ലാവർക്കും ആക്സസിബിളും ഭയങ്കര അടുത്തുമാണ്. എസ്പെഷ്യലി ട്രിവാൻഡ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഉള്ളിലാണെങ്കിലും ഒരു 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 5-10 ഒരു മണിക്കൂറിനുള്ളിൽ നമുക്ക് മെഡിക്കൽ കോളേജ് എത്താൻ പറ്റൂലേ. ഞങ്ങളാണെങ്കിൽ മെഡിക്കൽ കോളേജിന് വളരെ അടുത്താണ്. അപ്പം ആ ഒരു ഫീല്, ആ ഒരു സെക്യൂർനെസ് ഭയങ്കര വലുതാണ്. അതുകൊണ്ട് തന്നെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ റിസ്ക് എടുക്കാൻ വയ്യാത്തതുകൊണ്ട് ഞങ്ങൾ പിള്ളേരെ എടുത്തിട്ടില്ല. പക്ഷേ ആദ്യമായിട്ട് മഞ്ഞ് കാണുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണം. മഞ്ഞ് പൊഴിയാണ് കേട്ടോ, സൂപ്പറാണ്. ഇപ്പോഴത്തെ ക്ലൈമറ്റ് എത്രയാണ് ദീപു? ഒന്ന് ചെക്ക് ചെയ്യോ? കിഡിലല്ലേ? ദേ കൺവീലിയിലൊരു മഞ്ഞത്തുള്ളി വന്നിരുന്നു. ആഹാ, സൂപ്പർ എക്സ്പീരിയൻസ് ആണ് ഈ മഞ്ഞ് എന്ന് പറയണത്. കാരണം അതിന് വേണ്ടി ഇത്രയോ നാൾ കാത്തിരുന്നിട്ടുള്ളതുകൊണ്ട് എന്നെ സംബന്ധിച്ചതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഈ മഞ്ഞൊന്ന് കാണിച്ചു തരാവേ. അങ്ങനെ എൻ്റെ ആഗ്രഹം പോലെ ഷിംല വന്നത് മുതൽ മഞ്ഞ് പെയ്യുന്നുണ്ട്. ഞാനിങ്ങനെ കൃതാർത്ഥയായി മഞ്ഞ് കണ്ടും കൊണ്ടും നടക്കുന്നുണ്ട്. നല്ല സൂപ്പർ മഞ്ഞ് പെയ്ത്ത്. ഞാനിനി പോയി മഞ്ഞ് കൊള്ളട്ടെ.